തുടങ്ങട്ടെ. ഇപ്പം പി ആർ വർക്ക് കൊണ്ടാണ് എല്ലാ പടവും വിജയിക്കുന്നതും തോൽക്കുന്നത്. ഇപ്പം കാട്ടാളൻ പടം ഫ്ലോപ്പാകാൻ കാരണം, ദൃശ്യം 3 ഹിറ്റാവാൻ കാരണം പ്യുവർ പി ആർ വർക്കാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് പോയി ബുക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. കാട്ടാളൻ ബേസിക്കലി അത്ര മോശം പടമല്ല, ഞാൻ കണ്ടതാണ്. അല്ലാതെ ഫസ്റ്റ് ഷോ ഇറങ്ങുന്ന മുമ്പ് ഇപ്പോൾ ഫസ്റ്റ് ഷോയിൽ തന്നെ ഒരു സിനിമയുടെ വിധി വരികയാണ്. അത് നല്ല പി ആർ വർക്ക് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ഉണ്ണി മുതൽ പോലെ ആൾക്കാരൊക്കെയാണ് പി ആർ വർക്ക് നടത്തിയെന്ന് പറയുന്നത്. പെപ്പയ്ക്കെതിരെ ഉറപ്പില്ല, നല്ല പി ആർ വർക്ക് നടക്കുന്നുണ്ട്. ഒരു ആവറേജ് പടമായ ദൃശ്യം 3 ഇപ്പോൾ 225 crores നേടി. എന്തുകൊണ്ടാണ്? പി ആർ വർക്ക്. ട്വിസ്റ്റും ഇല്ല, സീരിയൽ മേക്കിങ്ങും ആണ്. 1 ഉം 2 നടന്നുകൊണ്ട് മാത്രം പ്രീ ബുക്കിംഗ് 60 കോടി നേടി. ജനങ്ങളെ പറ്റിക്കുകയാണ്, ജനങ്ങളെ രൂപ ഊറ്റിയെടുക്കുകയാണ്. ദൃശ്യം 1 ഉം 2 നന്നായതുകൊണ്ട് ആ ഇമ്പാക്റ്റിൽ ദൃശ്യം 3 ഇത്രയും കളക്ട് ചെയ്തു. ഇത് പറഞ്ഞാൽ പടം കൊള്ളില്ല, പക്ഷെ പ്രൊഡ്യൂസറിന് കാശ് കിട്ടും. പണ്ട് പൃഥ്വിരാജൊരു പടം ഉണ്ടായിരുന്നു, ഇയാളായിട്ട് പ്രേമത്തിൽ ഡയറക്ടർ എന്ന് ഗോൾഡ് പറഞ്ഞ ആ പടം പൊളിഞ്ഞു, പക്ഷെ പ്രൊഡ്യൂസറിന് കാശ് കിട്ടി. ഇത് ജനങ്ങളെ പറ്റിക്കുകയാണ്. പലരും റിവ്യൂ ആയിട്ടാണ് പടം കാണാൻ വേണ്ടി. റിവ്യൂ ഒട്ടും ശരിയല്ല. ഇപ്പം ജെന്യുവൻ റിവ്യൂ പറയുന്ന ആരുമില്ല. ഞങ്ങളെല്ലാവരും, ഞാനായാലും കോക്കായാലും എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളാണ്. അത് ആ രീതിയിൽ എടുക്കണം. നിങ്ങൾ പടം കണ്ടു പോകുക, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലയോ. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ആർക്കും ഇഷ്ടപ്പെടാതെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ടു നോക്കുക. ഈ റിവ്യൂ നോക്കിയിട്ടുണ്ട്. ഇപ്പം കോക്കിനെ എത്ര പടം നെഗറ്റീവ് കൊടുത്തു, ആ പടം ഓടിയിട്ടുണ്ടല്ലോ. സിനിമാക്കാരെയാണ് ഈ കോക്കിനെ എത്ര വളർത്തിയത്. കോക്കിന് മേടിക്കേണ്ട ആവശ്യമില്ല. കോക്കിന് നെഗറ്റീവ് കൊടുത്ത് പല പടം ഓടിയുണ്ട്. കോക്കിൻ്റെ എസ്റ്റേറ്റ് സെൻസ് വളരെ മോശമാണ്. കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന മാസ് മസാല മൂവീസൊക്കെയാണ്. ഒരുപാട് നല്ല സിനിമ മോശം റിവ്യൂ കൊടുത്തിട്ടുണ്ട്, ആ പടം ഓടിയിട്ടുമുണ്ട്. പിന്നെ എന്തിനാണ് സിനിമാക്കാർ കോക്കിനെ പേടിക്കുന്നത്? പിന്നെ ഒരു സിനിമ നല്ലതാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊക്കി പറയും, മോശമാണെങ്കിൽ ഭയങ്കര മോശമായിട്ട് പറയും. ഒരു മിഡിൽ പാത്തില്ല.